നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്ത് സംഭവിച്ചാലും പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാശി പിടിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോഴും മുഖ്യമന്ത്രി ഇതേ കാര്യം തന്നെയാണ് ആവർത്തിച്ചത്. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആകട്ടെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പൗരത്വ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ വെച്ചകാൽ പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെയാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. ഒരു സംസ്ഥാനത്തിനും CAA നടപ്പിലാക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നും പൗരത്വ നിയമ ഭേദഗതി മുസ്ലിം വിരുദ്ധമല്ലെന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് കേരളത്തിലും ഉറപ്പായും CAA നിയമം നടപ്പിലാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു കാരണവശാലും ഈ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന വിധത്തിൽ കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒക്കെ അവിടുത്തെ മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ പല രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അതിനുള്ള പ്രതികരണമായി തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമല്ല, മറിച്ച് ഭരണഘടനയുടെ അനുച്ഛേദം 11 പ്രകാരം പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ അധികാരവും പാർലമെന്റിന് നൽകുന്നുണ്ട്. ആരുടെയും പൗരത്വം എടുത്തു കളയാനല്ല, മറിച്ച് ഈ നിയമത്തിലൂടെ അത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതു സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും സഹകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നതും. ഭരണഘടനാ അനുച്ഛേദം 14 പ്രകാരം തുല്യത ഉറപ്പുവരുത്തിയാണ് നിയമനിർമ്മാണം നടത്തിയത്. വിഭജനകാലത്ത് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ 23%, എന്നാൽ ഇപ്പോഴത് 3.7%. ബാക്കിയുള്ളവർ മതപരിവർത്തനത്തിന് വിധേയരായി എന്ന് വേണം മനസ്സിലാക്കാൻ. അഫ്ഗാനിസ്ഥാനിലെ കണക്കെടുക്കുകയാണെങ്കിൽ 500 ഹിന്ദുക്കൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഇനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ഇവിടെ പൗരത്വം നൽകാൻ തീരുമാനിച്ചത് ഏറ്റവും അധികം പ്രശംസനീയമാണെന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത്. പ്രീണന രാഷ്ട്രീയത്തിനായി അവർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് അമിത്ഷാ ഇതിന് പിന്നാലെ പറയുന്നത്. നിയമം ഒരിക്കലും പിൻവലിക്കുന്നില്ല. രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാര തീരുമാനമാണ്. ആരുടെയും വാതിൽ കെട്ടിയടയ്ക്കാനല്ല ഈ നിയമം കൊണ്ടുവരുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് നിലവിൽ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൗരത്വ നിയമ ഭേദഗതി നടപടികളോട് സഹകരിക്കില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് ബംഗാളും കേരളവും, ഒപ്പം തന്നെ തമിഴ്നാടും. ഇതിൽ ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഇതിനെ ശക്തമായി വിമർശിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും. പൗരത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും അതിലൊന്നും തന്നെ സംസ്ഥാനങ്ങൾക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അമിത്ഷാ തന്നെ പറഞ്ഞു. ഇനി നടപടികൾ സംസ്ഥാനങ്ങൾ ചെയ്തില്ല എങ്കിൽ അതുകൂടി കേന്ദ്രം ഏറ്റെടുത്ത് ചെയ്യുമെന്നാണ് അമിത്ഷാ പറയുന്നത്. ഒരു കാരണവശാലും ഇതിനെ എതിർക്കാനോ ഇതിനെ തമസ്കരിക്കാനോ സാധിക്കില്ല എന്നുള്ളത് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. തിരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത് മറ്റു പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാർ രാജ്യത്തെ അസ്വസ്ഥമാക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ 2ാം തരം പൗരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ള നിലപാടിൽ മാറ്റമൊന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം ഏറ്റവും ഒടുവിലും പറഞ്ഞിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഒരു കാരണവശാലും ഈ നിയമം അംഗീകരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കുന്ന സംഘപരിവാർ തലച്ചോറിൽ നിന്നാണ് ഈ വിഷലിപ്തമായ നിയമം ജന്മം കൊണ്ടതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അനധികൃത കുടിയേറ്റക്കാർ എന്ന പ്രയോഗം ആദ്യമായി പൗരത്വ നിയമത്തിൽ വന്നത് 2003 വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. എന്നാൽ ആരാണ് അനധികൃത കുടിയേറ്റക്കാർ എന്നത് നിർവചിക്കപ്പെട്ടത് മതാടിസ്ഥാനത്തിലായിരുന്നില്ല. 2019 ഭേദഗതിയാണ് പൗരത്വത്തെ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കി മതത്തെ മാറ്റിയിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ഈ വിജ്ഞാപനം ഇറങ്ങിയത്. ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ കാറ്റിൽ പറത്താനുമുള്ളതാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ളൊരു നീക്കമാണ് നിലവിൽ കേന്ദ്രം നടത്തുന്നത്. ഇതിനെ ഒറ്റക്കെട്ടായി തന്നെ എതിർക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മൗലിക അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിൽ ഒരു നിയമം ഒരു സർക്കാരുകൾക്കും കൊണ്ടുവരാൻ കഴിയില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരം ഇന്ത്യൻ ഭൂപ്രദേശത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ സമത്വം, തുല്യമായ നിയമ സംരക്ഷണം എന്നിവ ഉറപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും 2014 ഡിസംബർ 31 അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുകയും ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം അത് നിഷേധിക്കുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ ഇതിനെ നോക്കിക്കാണാൻ കഴിയൂ എന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടി. മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. മാനവികതയോടും രാജ്യത്തിൻ്റെ പാരമ്പര്യത്തോടും ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണ് ഇതിലൂടെ തുറന്നു കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കുകയുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.
ന്യൂസ്.